കപ്പയും ബീഫും ഹൈറേഞ്ചുകാരുടെ ദേശീയ ഭക്ഷണമെന്നാണല്ലോ വെപ്പ്. അതുകൊണ്ട് തന്നെ ബീഫ് ഇല്ലാതെ നമുക്ക് എന്ത് ആഘോഷം? ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. പറഞ്ഞു വരുന്നത് കട്ടപ്പനയിലെ ബീഫ് കച്ചവടത്തെ കുറിച്ചാണ്. ദേണ്ടടാ, ഒരു ദിവസം കട്ടപ്പനയിലെ ബീഫ് വില 350 നിന്ന് 300 ഒറ്റ താഴല. കഴിഞ്ഞ മാസമാണ് പുതിയ കരാറുകാരൻ നഗരസഭയിൽ നിന്ന് 55,50,000 രൂപയ്ക്ക് ലേലം പിടിച്ചത്. 350 രൂപയായിരുന്ന ബീഫ് വില 300ഉം 230 രൂപയായിരുന്ന എല്ല് വില 200 രൂപയുമായി കുറച്ചു. നാട്ടുകാരെല്ലാം ബീഫ് കച്ചവടക്കാരനെ വാനോളം പ്രശംസിച്ചു. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. എത്ര നല്ല കച്ചവടക്കാരൻ! അങ്ങനെ മഹാനായ ബീഫ് കച്ചവടക്കാരൻ നാട്ടുകാർക്കിടയിൽ ഒറ്റ ദിവസം കൊണ്ട് താരമായി. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. എന്നാൽ ഇതൊന്നും സമീപ കച്ചവടക്കാർക്ക് അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ മത്സരം കൊഴുക്കുകയാണ് സുഹൃത്തുക്കളെ. തൊട്ടുപുറകെ നരിയമ്പാറയിലെ കടയിൽ ബീഫ് വില 280 ആക്കി, എല്ല് 180. ഇതിനിടയിൽ ചിലർ 25 കിലോയോളം ബീഫ് വാങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തതായാണ് അറിവ്. എന്നാൽ ദേ കിടക്കുന്നു തമാർപട. പിറ്റേ ദിവസം ദേ കട പൂട്ടിയേക്കുന്നു. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ചോദിച്ചപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്ന് കട പോയി എന്ന് കച്ചവടക്കാരൻ. എന്നാ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാരോട് ചോദിച്ചപ്പോ അവര് പറയുക, ഞങ്ങൾ കട പൂട്ടാൻ ആരോടും പറഞ്ഞിട്ടില്ല, അവിടെ പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തതെന്ന്. എന്നാ പിന്നെ നഗരസഭയോട് ചോദിച്ചേക്കാമെന്ന് ഓർത്ത് ചോദിച്ചപ്പോ അവര് പറയുക അവരും കട പൂട്ടാൻ പറഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ പിന്നെ ഇതെന്നാ പുകില? ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ഒരു ദിവസം കട അടഞ്ഞു കിടന്നു കേട്ടോ. പിറ്റേ ദിവസം കട തുറന്നു. ഒറ്റ ദിവസം കൊണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുവോ ആവോ? കട തുറന്നതറിഞ്ഞ് അപ്പാപ്പം പടിയുന്ന നമ്മുടെ കുട്ടപ്പായി ചേട്ടനൊക്കെ വണ്ടിയും വിളിച്ച് കട്ടപ്പനയ്ക്ക് വന്നപ്പോ ബീഫ് വില വീണ്ടും 350, എല്ലിന് 230. കുട്ടപ്പായി ചേട്ടനും ജോസപ്പാപ്പിയും എല്ലാരും ചമ്മിപ്പോയെന്നേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? വില കുറച്ച് നാട്ടുകാർക്കിടയിൽ ഒറ്റ ദിവസം കൊണ്ട് മഹാനായ കച്ചവടക്കാരനെ പിന്നെ നാട്ടുകാര് മഹാനെ എന്നല്ല കേട്ടോ വിളിച്ചത്, മറ്റു ചില്ലതായിരുന്നു. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ മണ്ടനാക്കിയ കട്ടപ്പനയിലെ ബീഫ് കച്ചവടക്കാരൻ പൊളിയല്ലേ. എന്നാലും എന്റെ പൊന്നു ചേട്ടാ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, അത്ര തന്നെ. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ല